എന്തായാലും 48 മണിക്കൂർ കൊണ്ട് ഗസ കീഴടക്കാൻ ഇറങ്ങിയ ഇസ്രായേലിന് ഇതുവരയ്ക്കും ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല. 48 മണിക്കൂർ കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കി ബന്ദികളെയും കൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങിയതാണ് നെതന്യാഹു. 48 മണിക്കൂർ പോയിട്ട് ഇത്രയും ദിവസമായിട്ടും ബന്ദികളെയും കൊണ്ടുവന്നില്ല, ഹമാസിനെ തുടച്ചു നീക്കിയതുമില്ല. വടക്കൻ ഗസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയും വന്നു. ഇതാണ് നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ പച്ചയായ അവസ്ഥ. ഇസ്രായേലി അനുകൂല മാധ്യമങ്ങളും സംഘികളും ഒക്കെ പറയുന്നുണ്ട് ഇസ്രായേൽ ജയിച്ചു, ഇസ്രായേൽ ഹമാസിനെ വടിച്ചു എന്നൊക്കെ. ഒന്നും ചെയ്തിട്ടില്ല. അൽഖസാം ബ്രിഗേഡിന്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. യഹിയ സിൻവർ എന്ന ഹമാസിന്റെ പടത്തലവൻ അദ്ദേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ ആഭ്യന്തര കലാപം മൂർച്ഛിച്ചിരിക്കുന്നു. അവിടുത്തെ തൊഴിലാളി സംഘടനകൾ ശക്തമായ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നത് ബന്ദികളുടെ ശവം ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. ഇതുവരെ ഹമാസിൽ ചെന്ന് ബോംബിട്ടിട്ട് ആകെ കിട്ടിയത് 6 ബന്ദികളുടെ ശവമാണ്. ജീവനോടെ ഒരൊറ്റ ബന്ദിയെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നിട്ടും പറയുന്നു ഞങ്ങൾ 250 തോക്കുധാരികളെ വധിച്ചു, 250 മറ്റുള്ളവരെ വധിച്ചു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇസ്രായേലിന്റെ വീരവാദമാണ്. അതൊക്കെ കള്ളമാണെന്ന് ഇസ്രായേലികൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ നെതന്യാഹുവിനെതിരെ വൻപിച്ച പ്രതിഷേധം നടത്തിയത്. ഇസ്രായേലിലെ തൊഴിലാളികൾ അവർ പ്രതിഷേധം നടത്തിയത് അവരുടെ സൈനികർക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ സൈനികർക്ക് പലർക്കും മനോവിഭ്രമം പിടിപെട്ടിരിക്കുന്നു ഭീതി കൊണ്ട്. അവർ പുനരധിവാസ കേന്ദ്രത്തിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേലിലെ സ്ഥിതി. ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തിന് നേർക്കാണ് പ്രതിഷേധം ജനങ്ങൾ നടത്തിയത്. സൈനിക ആസ്ഥാനം സ്തംഭിച്ചു പോയി പ്രതിഷേധത്തിൽ. നെതന്യാഹു ബങ്കറിലാണ്. ബങ്കറിലിരുന്നാണ് നിർദ്ദേശം നൽകുന്നത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായി നെതന്യാഹുവിനെ വധിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. വേറെ ഇന്റലിജൻസ് റിപ്പോർട്ടല്ല, അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതനായി നെതന്യാഹു ബങ്കറിലുണ്ട്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. ഒരു വശത്ത് നിന്ന് ഹിസ്ബുള്ള ഭീകരമായ ആക്രമണമാണ് നടത്തുന്നത്, മറുവശത്ത് ഹമാസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ചിരിക്കുന്നു. ഗസയിൽ നിന്ന്, തെക്കൻ ഗസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേലിന് പിൻവലിയേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ. എന്തായാലും 48 മണിക്കൂർ കൊണ്ട് ഗസ കീഴടക്കാൻ ഇറങ്ങിയ ഇസ്രായേലിന് ഇതുവരയ്ക്കും ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ വെയിറ്റിട്ട് പറയുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമാണ്. അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത് വെയിറ്റിട്ട് പറഞ്ഞ് നടക്കാനും പറ്റില്ല. അമേരിക്ക ആകട്ടെ ആകെ മൊത്തം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇറാന് പിന്നിൽ ഒരുപാട് രാജ്യങ്ങൾ അണിനിരക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തുർക്കിയൊക്കെ ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ സഹായിക്കാൻ എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അവർ മൊസാദിന്റെ ചാരനെ ഓട്ടിച്ചിട്ട് പിടിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നെതന്യാഹു കടന്നു പോകുന്നത്. കഷ്ടമേ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ.